മനസ്സിൽ തന്നെ ജനിച്ച് മനസ്സിൽ തന്നെ മൃതിയടയുന്ന ചില സ്വപ്നങ്ങളുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നന്മയും സ്നേഹവും നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു. ഇറ്റ്സ് മീ നീതു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ സർഗാത്മക ചിന്ത, ക്രിയാത്മക ചിന്ത എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്താണ് സർഗാത്മക ചിന്ത എന്ന് പറഞ്ഞാൽ? കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സർഗാത്മക ചിന്ത എന്നതല്ലേ. അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്തായിരിക്കും? അവർ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും പരിഹരിക്കുന്നത്. നമ്മളെ വീടിൻ്റെ അകത്തളങ്ങളിലേക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ വളരെ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും. മറ്റാരുമല്ല, നമ്മുടെ എല്ലാ അമ്മമാർ തന്നെ അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ അമ്മയോട് പറയാണ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി തരും. അപ്പോൾ ചില സമയത്ത് നമ്മുടെ അമ്മ പറയില്ലേ, അയ്യോ അതിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ, നമുക്കതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. അന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വിരുന്നുകാരി വന്നാലോ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയുള്ള വിഭവങ്ങൾ വെച്ചിട്ട്, അവിടെയുള്ള പലചരക്ക് സാധനങ്ങളും അരിയും ഒക്കെ വെച്ചിട്ട് അമ്മ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഒരുക്കും അല്ലേ. ഇതെല്ലാം കണ്ട് കിളി പോയിട്ട് നമ്മൾ ചോദിക്കും, വിരുന്നുകാർ പോയി കഴിഞ്ഞതിന് ശേഷം, അമ്മ ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ അമ്മ എങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയത്? അതൊരു സർഗാത്മക ചിന്തയുടെ ഔട്ട്പുട്ടാണ്. സർഗാത്മക ചിന്ത സ്വതന്ത്രമായും നൂതനമായും നമ്മളെ ചിന്തിപ്പിക്കാൻ സഹായിക്കും. നമുക്കൊരു സെന്റൻസ് നോക്കിയാലോ. ഞാൻ എന്താണ് പറഞ്ഞത് അതിന് ഞാൻ ഉത്തരവാദിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇതൊരു ക്രിയാത്മകമായ ചിന്തയുടെ ഉദാഹരണമാണല്ലേ. നമ്മൾ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുമ്പോൾ അല്ല പലപ്പോഴും പല സാഹചര്യങ്ങൾ പറയാണ്ട്, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതെങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കാം. ആ ഒരു സാധനത്തെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് കേൾക്കാനൊരു രസമുണ്ട്, പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലുള്ള ചിന്താരീതി. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, ഈ ക്രിയാത്മക ചിന്ത എന്ന് പറയുന്നത് പാട്ട് പാടുന്നവർക്കോ ചിത്രം വരയ്ക്കുന്നവർക്കോ നൃത്തം ചെയ്യുന്നവർക്കോ അത് മാത്രമുള്ളതൊന്നും അല്ല. എല്ലാവരുടെ ഉള്ളിലും ക്രിയാത്മകമായ ചിന്തകളുണ്ടാവാം. അതിനെ മാറ്റുരച്ച് കൊണ്ടുവന്ന് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവാണ് അല്ലേ. ഈ ഓട്ടം തുള്ളൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഓട്ടം തുള്ളലിൽ പറയുന്നത് കേട്ടില്ലേ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മളത് വളരെ നർമ്മരസത്തോടു കൂടി പറയും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എംബ്രാനൽപ്പം കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും അല്ലേ. കേൾക്കുമ്പോൾ വളരെ 2 വരിയേ ഉള്ളൂ, പക്ഷെ അതിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ചിന്താ രീതിയാണ്. ഇതും ഒരു ക്രിയാത്മക ചിന്തയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തിനേറെ പറയുന്നു അല്ലേ, നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം തന്നെ സർഗാത്മക ചിന്തയുടെ എക്സാമ്പിൾ അല്ലേ. എല്ലാവരും വടിവാൾ കൊണ്ടും എന്താ പറയുക, കത്തി കൊണ്ടൊക്കെ യുദ്ധം ചെയ്തപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി അഹിംസ എന്നൊരു ഐഡിയ വെച്ച്, ആ ഒരു ചിന്താരീതി വെച്ച്, ആ ഒരു ആശയം വെച്ചിട്ടാണ് യുദ്ധം ചെയ്തത്. അതുപോലെ തന്നെ ലോകത്തെ നടുക്കിയ മറ്റൊരു സംഭവമാണ് ശീതസമരം. അവിടെയും വാളും പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ യുദ്ധം ചെയ്തത് 2 വിരുദ്ധ ധ്രുവങ്ങളിലുള്ള ആശയങ്ങളാണ്, മുതലാളിത്തവും സോഷ്യലിസവും. അതുമൊരു ക്രിയാത്മക ചിന്തയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്രിയാത്മക ചിന്ത ഒരു വ്യക്തിക്ക് വേണ്ട സോഫ്റ്റ് പവറാണ്, പ്രത്യേകിച്ചും ഈ 21ാം നൂറ്റാണ്ടിൽ. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. മലാല യൂസഫായി പറഞ്ഞത് ഓർമ്മയില്ലേ, ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പുസ്തകത്തിനും ഒരു പേനക്കും ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. പക്ഷെ ആ പുസ്തകം എന്തായിരിക്കണം? കാതലുള്ളത് ആയിരിക്കണം, മീൻസ് ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള പുസ്തകമായിരിക്കണം. അധ്യാപകനും അതിൽ വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം. ആ കുട്ടിയും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളാവണം. ഒരു നിബ്ബ് പൊട്ടിയ പേനയാണ് അവിടെ ഉപയോഗിക്കുന്നെങ്കിൽ ആ പേനയ്ക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇപ്പം ഈ പറയുന്ന
എല്ലാ കണ്ടന്റിനും വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. താങ്ക് യു എവരിവൺ.